2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 9, 11 തീയതികളിൽ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ നമുക്ക് വോട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് തന്നെ ഒരാളുടെയും സഹായമില്ലാതെ തന്നെ നമ്മുടെ ഫോണിലൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കും. ജില്ല തിരിച്ചും വാർഡ് തിരിച്ചും നമുക്ക് നമ്മുടെ പട്ടിക നോക്കാൻ വേണ്ടി സാധിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഒന്നാം ഘട്ടത്തിൽ ഡിസംബർ 9 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഡിസംബർ 11 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡിസംബർ 13 വോട്ട് എണ്ണുന്നത്. 23,576 വാർഡുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു വെബ്സൈറ്റ് ആണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് മുകളിൽ തന്നെ ഡിസ്ട്രിക്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ ഈ ഒരു ആരോയിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിക്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ലോക്കൽ ബോഡി എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങളുടെ മലപ്പുറത്തുള്ള എല്ലാ പഞ്ചായത്തുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നിങ്ങളുടെ പഞ്ചായത്ത് എവിടെയാണെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാനിവിടെ എൻ്റെ പഞ്ചായത്ത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അടുത്തായിട്ട് നമ്മളെ വാർഡാണ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. ഇവിടെ നമുക്ക് വാർഡ് എന്നതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാർഡ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വാർഡ് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു വാർഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ഇവിടെ പോളിംഗ് സ്റ്റേഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സാധാരണ വോട്ട് ചെയ്യുന്ന സ്കൂളാണോ മദ്രസയാണോ അതിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു പോളിംഗ് ബൂത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനതും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ വളരെ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം താഴെ ആയിക്കൊണ്ട് നമുക്കൊരു ക്യാപ്ച കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനതിൽ കാണുന്ന അതേപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ താഴെ ആയിക്കൊണ്ട് സെർച്ച് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ സെർച്ച് എന്നതിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. സെർച്ചിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് റിസൾട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്കൂളിൽ വോട്ട് ചെയ്യുന്നവരുടെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവരുടെ ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷന് പേരുള്ളവരുടെ എല്ലാവരുടെയും പേര് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരുണ്ടോ എന്ന് ഈ ഒരു ലിസ്റ്റിലൂടെ നമുക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ടുണ്ടോ എന്ന് ചോദിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ നോക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോകൾ ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.